നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിലെല്ലാം നൈമിഷികമാണെന്ന തിരിച്ചറിവ് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു? ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. വിവാഹ ജീവിതത്തിന്റെ ആദ്യ കുറേ വർഷങ്ങൾ അവർ മാതൃകാ ദമ്പതികളായിരുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും വഴക്കുകളുമായി. അവർ കുറച്ചുനാൾ പിരിഞ്ഞും താമസിച്ചു. എങ്കിലും ആ വർഷത്തെ വിവാഹ വാർഷികത്തിന് അയാൾ ഒരു കെട്ട് പൂക്കളുമായി തൻ്റെ ഭാര്യയുടെ അടുത്തെത്തി. പിണക്കം മറന്ന് അവർ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അവൾ തന്നെ ഉണ്ടാക്കിയെടുത്ത കേക്ക് അലങ്കരിക്കുന്ന സമയത്ത് അവൾക്കൊരു ഫോൺ വന്നു. ഫോൺ എടുത്തപ്പോൾ മറുവശത്തൊരു പോലീസുകാരനായിരുന്നു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണവാർത്ത അറിയിക്കാനാണ് ഞാൻ വിളിക്കുന്നത്. വാർത്ത അവർ നിഷേധിച്ചു. തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെയുണ്ടെന്ന് അവർ പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരമുണ്ടായ ഒരു വാഹനാപകടത്തിൽ നിങ്ങളുടെ ഭർത്താവ് മരിച്ചു. അയാളുടെ പേഴ്സിൽ നിന്നും കിട്ടിയ നമ്പറിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. പൂക്കളുമായി വന്ന ഭർത്താവ് തൻ്റെ തോന്നലായിരുന്നോ എന്ന് ഒരു നിമിഷം അവർ ശങ്കിച്ചു. അവർ നിലവിളിച്ചു. ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എല്ലാ പിണക്കങ്ങളും പരിഹരിക്കാനാകുമായിരുന്നുവെന്ന് അവർ അപ്പോൾ ഓർത്തു. അപ്പോഴാണ് കുളിമുറിയിൽ നിന്നും ഭർത്താവിൻ്റെ ശബ്ദം വന്നത്. നിന്നോടൊരു കാര്യം പറയാൻ ഞാൻ മറന്നു. എൻ്റെ പേഴ്സ് ഇന്ന് നഷ്ടപ്പെട്ടു. ആ നിമിഷം അവർ സന്തോഷം കൊണ്ട് ഉറക്കെ കരഞ്ഞു. ജീവിതത്തിൽ രണ്ടാം ജന്മം മാത്രമല്ല, രണ്ടാമതൊരു അവസരം പോലും അസാധ്യമോ അപൂർവമോ ആകും. ഒരിക്കൽ മാത്രമേ ലഭിക്കൂ എന്നറിയുന്ന എല്ലാ കാര്യങ്ങളെയും കരുതലോടെയും ജാഗ്രതയോടെ സമീപിച്ചില്ലെങ്കിൽ എല്ലാ വസ്തുക്കൾക്കും സംഭവങ്ങൾക്കും അവയർഹിക്കുന്ന സ്ഥാനം ലഭിച്ചേനെ. കൂടെയുള്ളപ്പോൾ അവഗണിക്കുകയും നഷ്ടപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കാപട്യം കുറ്റബോധം മാത്രമേ സൃഷ്ടിക്കൂ. എല്ലാം നൈമിഷികമാണെന്നും എന്തും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്നുമുള്ള ബോധം എല്ലാവർക്കും ഉണ്ടെങ്കിലും പലപ്പോഴും നാം അത് മറന്നുപോകുന്നു. ജീവിതത്തിൽ രണ്ടാമതൊരവസരം അപ്രതീക്ഷിതമായിരിക്കാം. അത് എല്ലാവർക്കും ലഭിക്കണമെന്നുമില്ല. ആനന്ദപൂർണ്ണമാകട്ടെ നമ്മുടെ ജീവിതം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.